എല്ലാവർക്കും എജ്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം ഇത് എസ്വിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ TY1 എന്ന മോഡൽ ഒരു സ്മാർട്ട് ഹോം CCTV ക്യാമറ ആണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ MIതും CP+ അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇത് സംഭവം ഈ ഹിക്വിഷൻ്റെ തന്നെ വേറൊരു ബ്രാൻഡിങ് ആണ്. അപ്പോൾ അവരുടെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു CCTV ആണ്. നല്ല ഉപകാരമുള്ള ഒരു സംഭവം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, 360 റൊട്ടേഷൻ ഉണ്ട്, അതേപോലെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, 2-way ടോക്ക്, അതേപോലെ കാർഡ് നമുക്ക് 256 GB സപ്പോർട്ട് ചെയ്യും, വൈഫൈയിൽ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ഉണ്ട്, നമ്മൾ പല വൈഫൈ ക്യാമറകളിലും കാണാത്തൊരു സ്പെഷ്യൽ ഫീച്ചർ ഇതിനുണ്ട്. അപ്പോൾ കാണാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇവരിങ്ങനെ പിടിച്ച് പൊന്തിക്കാനും നമുക്ക് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചാർജറാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇതിൻ്റെ ഗൈഡാണ്. അപ്പോൾ നമ്മളെ മെയിൻ ഐറ്റം എന്താ ക്യാമറയുടെ ഒളിച്ചിരിപ്പുണ്ട്. ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല ഡിസൈനാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്യാമറ. ഇവിടെ Ezviz എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു നമ്മളെ മൈക്രോ പോർട്ടാണുള്ളത്, മൈക്രോ USB പോർട്ടാണുള്ളത്. ഈ ടൈപ്പ് അല്ലാണ് നോക്കാം. മോഷൻ കൊടുക്കാൻ കഴിയും, അതേപോലെ റൊട്ടേഷൻ അങ്ങനെയും വരും. ഓക്കെ, ഇപ്പോൾ ക്യാമറ ഇങ്ങനെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മെമ്മറി കാർഡിനുള്ളൊരു സ്ലോട്ടും ഉണ്ട്, പിന്നെ ഒരു റീസെറ്റ് ബട്ടണും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം അധികം വരുന്ന വൈഫൈ ക്യാമറകളിലും ഇത് ആബ്സെൻ്റ് ആണ്. കാരണം കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനാണോ എന്താണോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് വൈഫൈ റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് വയർ വഴി ഇതിലെ എടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ ഇതിലെ 2-way ടോക്കിനുള്ള സ്പീക്കറും കാര്യങ്ങളും മൈക്രോഫോണൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റേത്. ഇനി നമുക്ക് മറ്റേ ബോക്സിൽ എന്താ ഉള്ളത് നോക്കാം. ഈ ബോക്സിൽ തന്നിട്ടുള്ളത് ഒരു മൗണ്ടാണിത്. നമുക്ക് വാളിൻ്റെ സീലിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ള സ്ക്രൂവും പ്ലഗും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ അഡാപ്റ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ കേബിൾ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പം ഇതിൻ്റെ മാനുവൽ ഉണ്ട്. പിന്നെ സീലിങ്ങിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂവിന് വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാക്കാനുള്ള സ്റ്റിക്കർ ഇവർ ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. അത് നല്ലൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഇതിൽ പിന്നെ വേറെ ഒരു ഗ്ലൗ ബോക്സ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ സീലിംഗ് ഫ്ലാറ്റ് ആണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മൈക്രോ USB-ൻ്റെ കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് 5V 2A ആണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് ഈ ഡിവൈസ് ആഡ് ചെയ്യാൻ ഇവർ പറയുന്നത് നമുക്ക് ഈ കവർ ഉണ്ടല്ലോ ഇവരുടെ കാറ്റലോഗ്, ഇതിൻ്റെ മുകളിലൊരു QR കോഡ് ഉണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ആപ്പിൽ ആ പ്ലസ് ഐക്കണ് ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു തരാം. അപ്പോൾ ഇനി നമുക്കിത് കണക്ട് ചെയ്യാം, പവർ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കണക്ട് ചെയ്യാം. ആദ്യം പവർ ഓൺ ആക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ പോർട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്.
പവർ ഇതാ ഇവിടെ കൊടുക്കുകയാണ്. ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം 3 റെഡ് LED കത്തുന്നുണ്ട്. ഇപ്പോൾ അതാ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പം സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ കാണാം ബോക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബീമുമ്മൽ ഫിക്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.